Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്ന് നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കാർഡ്സ് ഇതൊക്കെയാണ് നോക്കാം. ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. ഓഹോ, ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ടു ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വളരെ മെച്ചപ്പെട്ടാണോ അല്ല, പക്ഷെ ഒന്ന് എന്താ പറയുക, ഒരു മിതത്വമൊക്കെ പാലിച്ച് ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലൈഫ് ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുക അല്ലേ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു വിധേയത്വം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാവാം. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ. ഈ നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മൾ പോലും അറിയാതെ അതിലേക്കൊരു ചായ്വല്ലേ, നെഗറ്റീവിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ സിറ്റുവേഷൻ അങ്ങനെയാണ്. മനുഷ്യർ എപ്പോഴും നെഗറ്റീവ്സ് ആണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകണം. അതാണ് നിങ്ങളിവിടെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കൂടുതൽ അവെയർ ആയിരിക്കുക, കൂടുതൽ അലേർട്ട് ആയിരിക്കുക എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഒരു നെഗറ്റീവിലേക്കൊരു ഒരു ചായ്വ്, ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് മാറി നിൽക്കണം. ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ 2 പ്രാവശ്യം ആലോചിച്ച് മൂന്നാമത് ഒന്നുകൂടി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, അത് നിങ്ങൾക്കതൊരു തെറ്റായ തീരുമാനത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ തീരുമാനം നാളത്തെ ഒരു ദിവസം എഴുന്നേറ്റിട്ട് നമ്മൾ പറയുന്നത് അയ്യോ ഇന്നലെ ഞാൻ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങളൊരു അലർട്ടായിരിക്കുക. അതുപോലെ എപ്പോഴും നമുക്കൊരു ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നത് എപ്പോഴും ഈസിയാണ്. നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ നമ്മൾ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവും. അതൊരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ ചിന്തിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ പോലും ആ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യണം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാലോ, ഒരു ബാലൻസ് ലൈഫ് ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു സിറ്റുവേഷനിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കൂടെ ഒരാളുണ്ടാകുക, അല്ലെങ്കിൽ നമുക്കൊരു കൈത്താങ്ങായിട്ട് ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഫ്രണ്ട് തന്നെ ആവണം എന്നില്ല, ആത്മസുഹൃത്ത് തന്നെ ആവണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന, നമുക്ക് പക്ഷെ വലിയ പരിചയമൊന്നും കാണില്ല, അദ്ദേഹം നമ്മളെ സഹായിക്കും അല്ലേ. നമ്മൾ പറയാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾ എന്നെ സഹായിച്ചു. നിങ്ങളുടെ കർമ്മ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ആർക്കെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കർമ്മ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ലൈഫിൽ ഒന്ന് സ്റ്റക്കായാൽ, ഒന്ന് സ്റ്റിക്ക് ഓൺ ആയെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സഹായത്തിന് ഒരാളെത്തുന്നുണ്ട്. അയാള് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഹെൽപ്പിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് അലർട്ടായിട്ടിരിക്കുക, ഒന്ന് ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഒന്ന് ഒരു അറ്റൻഷൻ വയ്ക്കുക. ഓക്കെ ഓക്കെ, hope you like this video. Stay tuned. Have a nice day.